പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ഉപവാസത്തിൻ്റെ ശക്തിയെക്കുറിച്ചാണ്. ഒരു ദൈവ പൈതൽ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചാൽ ആ ദൈവ പൈതൽ ലഭിക്കുന്ന നന്മയെക്കുറിച്ചും ഉപവാസത്തിലൂടെ ഉണ്ടാകുന്ന അത്ഭുത വ്യത്യാസങ്ങളെക്കുറിച്ചുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഇന്ന് ഈ ശുശ്രൂഷകളിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ അനേകം വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനും ഉപവസിച്ച് പ്രാർത്ഥിച്ച് തിന്മകളെ നിർവീര്യമാക്കാനുമുള്ള സ്വർഗീയ അഭിഷേകം സ്വർഗത്തിൽ നിന്നും ദാനമായി അവിടുന്ന് പകരുമെന്ന് ഞാനിന്ന് അറിയുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചന ശുശ്രൂഷകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിൽ പ്രാർത്ഥനാപൂർവ്വം പങ്കുചേർന്ന അനേകം കുടുംബങ്ങൾക്ക് ആ ശുശ്രൂഷകൾ പങ്കുചേർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനാ വരങ്ങൾ ലഭിക്കുന്നതായും വിശ്വാസ ബോധ്യങ്ങൾ കൊണ്ട് ദൈവം അവരെ നിറയ്ക്കുന്നതായും മാനസാന്തരത്തിന്റെ അഭിഷേകങ്ങൾ അവർക്ക് കർത്താവ് ദാനമായി വർഷിച്ചു കൊടുക്കുന്നതായും അവരുടെ സാക്ഷി പത്രങ്ങളിൽ നിന്ന്, സാക്ഷി ലെറ്ററുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. രോഗികൾ മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് തന്നെ അവരുടെ ശരീരത്തിൽ രോഗസൗഖ്യങ്ങൾ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നൽകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുടുംബ കലഹത്തിലും വെറുപ്പിലിരിക്കുന്നവർക്ക് അവർ മനസ്സ് തുറന്ന് ദൈവവചനം കേട്ട് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പിതാവായ ദൈവം യേശുവിന്റെ നാമമഹത്വത്തിന് വേണ്ടി അവരുടെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കോട്ടകൾ തകർക്ക് ഐക്യവും സ്നേഹവും നൽകി അനുഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു കുടുംബത്തിലെ അനുഭവം ആ കുടുംബനാഥൻ എഴുതി അറിയിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ധ്യാനമോ പ്രാർത്ഥനയോ വിലവെക്കാത്ത ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ കൂട്ടുകാർ ധാരാളമായി ധ്യാനത്തിന് പോവുകയും പല ധ്യാന കേന്ദ്രങ്ങളിൽ ചെന്ന് പ്രാർത്ഥിക്കുകയും അതിനുശേഷം തിരിച്ചു വന്ന് എന്നോട് ധ്യാനത്തിൽ കിട്ടിയ അനുഭവങ്ങളും അത്ഭുതങ്ങളും വർണ്ണിച്ച് പറയുകയും ധ്യാനത്തിന് പോകുവാൻ എന്നെ നിർബന്ധിക്കുകയും ചെയ്യുക ഒരു പതിവായിരുന്നു. ഞാൻ അവരോട് തിരിച്ചു പറയും, ഞാൻ ഒരുപാട് ധ്യാനങ്ങൾ കൂടിയിട്ടുള്ള ആളാണ്. ആദ്യമൊക്കെ ഇങ്ങനത്തെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിൽ കാര്യമില്ല. നിങ്ങൾ വേറെ ആളെ നോക്കുക, എന്നെ അതിന് കിട്ടില്ല. എനിക്ക് ധ്യാനത്തിന് പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഷാലോം ചാനല് നിരീക്ഷിക്കാൻ തുടങ്ങി. വെറുതെ ഷാലോം ചാനലിൽ ഓരോ പ്രോഗ്രാമിലൂടെ കടന്നുപോയി. അപ്പോൾ 8:30 ഞായറാഴ്ച തോറും 8:30 അഭിഷേകാഗ്നി പ്രോഗ്രാം സ്ഥിരം കാണാൻ തുടങ്ങി. അന്നേരം തുടങ്ങി എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും, മനസ്സിലും ഹൃദയത്തിലും ആത്മാവിലും ശരീരത്തിലും ചില വ്യതിയാനങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഒരു തികഞ്ഞ മദ്യപാനിയും സിഗരറ്റ് വലിയുടെ കഠിനമായ അടിമത്തം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുമായിരുന്നു. ഞാനൊരു ദുഷ്കർമ്മിയും ദുർവൃത്തനുമായിരുന്നു. എന്നാൽ ഇത് കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ എന്നിൽ ചില മാറ്റങ്ങൾ വന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം എൻ്റെ മേൽ ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കി. എനിക്ക് ധ്യാനം കൂടണമെന്ന ആഗ്രഹം കലശലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് സഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ഒരു പൂർണ്ണ ധ്യാനം കൂടി. ഈ ധ്യാനത്തിൽ വെച്ച് ഞാൻ അടിമുടി വ്യത്യാസപ്പെട്ടു. എൻ്റെ ദുശീലങ്ങളെല്ലാം കഴുകപ്പെട്ടു. ഇന്ന് ഞാൻ പൂർണ്ണ വിടുതലുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ യേശുക്രിസ്തുവിന് 1000 നന്ദി സ്തുതിയും ഞാൻ അർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്ധകാരത്തിലും പാപത്തിലും ദുർവൃത്തിയിലും ഉണ്ടായിരുന്ന ഒരു ആത്മാവിനെ ദൈവം വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിച്ച് തന്നോട് അടുപ്പിച്ചതിന്റെ ഒരു ചരിത്രം, ഒരു സംഭവ വിവരണമാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷകളിൽ പ്രാർത്ഥനാപൂർവം വിശ്വാസത്തോടുകൂടെ പങ്കുചേരുന്ന ഓരോ വ്യക്തിക്കും, ഓരോ കുടുംബത്തിനും, ഓരോരുത്തർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വർഗത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും സൗഖ്യങ്ങളും മാനസാന്തര അഭിഷേകങ്ങളും നൽകപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ അശ്രദ്ധ വെടിഞ്ഞ് ശ്രദ്ധയോടെ, എന്റെ ദൈവമേ, ഈ നിമിഷങ്ങൾ എന്നെ അനുഗ്രഹിക്കണമേ, ഈ നിമിഷങ്ങൾ എന്നെ സ്പർശിക്കണമേ, ഈ നിമിഷങ്ങൾ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനാപൂർവം ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേരട്ടെ. ഹല്ലേലൂയ. ഒരു നിമിഷം പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകാഗ്രത നൽകണമേ, ശ്രദ്ധ നൽകണമേ, ഹൃദയം തുറന്ന് വചനം കേൾക്കാനുള്ള ദാഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കുചേരാൻ ഞങ്ങൾക്ക് അനുകൂലമായ അന്തരീക്ഷം നൽകണമേ.
എല്ലാ തരത്തിലുള്ള വിപരീത സ്വാധീനങ്ങൾ വിട്ടുപോകട്ടെ. ഞങ്ങൾ ഇരിക്കുന്ന ഈ മുറിയെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തെയും പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. എതിർ ശക്തികളും തിന്മകളും പൈശാചിക പീഡകളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, ഈ വചനത്താൽ അഭിഷേകം പ്രാപിക്കുവാൻ, ഈ വചനങ്ങളാൽ അത്ഭുതകരമായ കൃപകൾ കൊണ്ട് നിറയുവാൻ തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉപവാസത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ട്. ഒരു ദൈവ പൈതലിന്റെ അതിശക്തമായ ഒരു ആയുധമാണ് ഉപവാസം. ഉപവാസത്തോടുകൂടുള്ള പ്രാർത്ഥന കൊണ്ട് വലിയ ശത്രുനിരകളെ പോലും തകർത്ത് തരിപ്പണമാക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയുമെന്നാണ് നമ്മുടെ പൂർവികരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഒരു ദിവസം ഒരു ഇടവക ധ്യാനത്തിന് വേണ്ടി ഒരു ഇടവകയിലേക്ക് ചെന്നപ്പോൾ ആ ഇടവകയിലുള്ള ഒരു കുടുംബം അച്ഛനോട് സങ്കടത്തോടെ ഒരു കാര്യം പറഞ്ഞു. അച്ഛാ, സഹോദരങ്ങൾ തമ്മിൽ യാതൊരു ഐക്യവും ഇല്ല. വർഷങ്ങളായി മിണ്ടിയിട്ട് യാതൊരു യോജിപ്പും ഐക്യവും ഇല്ലാത്ത ഒരു കുടുംബ സാഹചര്യമാണ് ഞങ്ങളുടെ ഇടയിലുള്ളത്. ആ ദിവസങ്ങളിൽ ആ ദൈവമക്കൾക്ക് പരിശുദ്ധാത്മാവിൽ ഒരു നിർദ്ദേശം ഞാൻ കൊടുത്തു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നന്നായി പ്രാർത്ഥിക്കുക, ദൈവം ഇടപെടും. അവർക്ക് പരിശുദ്ധാത്മാവിന്റെ ബോധ്യം കിട്ടി. ആ കുടുംബം അവര് ആ ദിവസങ്ങളിൽ ഉപവാസത്തോടു കൂടെ 5 ദിവസം മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധ്യാനം കഴിഞ്ഞ് അച്ഛൻ ധ്യാനകേന്ദ്രത്തിലേക്ക് മടങ്ങിപ്പോന്നു. പിന്നീട് അവരുടെ അനുഭവം അവർ ലെറ്റർ വഴി എഴുതി സാക്ഷ്യപ്പെടുത്തി അറിയിച്ചത് ഇങ്ങനെയാണ്. ധ്യാനം കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഇവരോട് ശത്രുതയോടും സ്പർദ്ധയോടും അടുപ്പമില്ലാതെയും വ്യാപരിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങള് കുടുംബസഹിതം ഇവരുടെ ഭവനത്തിലേക്ക് വരികയും അവിടുന്ന് ഭക്ഷണം കഴിക്കുകയും വലിയ ആഹ്ലാദത്തോടെ സൗഹൃദത്തോടെ അവരോട് പെരുമാറുകയും ചെയ്തു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സഹോദര ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടതിന്റെ സന്തോഷത്തിലാണ് ആ കുടുംബം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെതിരെ കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന വഴി അങ്ങനെയുള്ള എതിർ സ്വാധീനങ്ങളെയും എതിർ ശക്തികളെയും നിർവീര്യമാക്കാൻ ഒരു ദൈവ പൈതലിന് കഴിയും എന്ന് തന്നെയാണ് വിശുദ്ധ ലിഖിതങ്ങൾ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതത്തിൽ ഒരു ചരിത്ര സംഭവമുണ്ട്. എസ്തേറിന്റെ ഗ്രന്ഥത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെ 127 പ്രോവിൻസുകളായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നു അഹസ്വേരൂസ് രാജാവ്. അഹസ്വേരൂസ് രാജാവ് ആ രാജ്യത്ത് വളരെ നന്നായി കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കവേ ആ ദേശത്ത് ഹാമാൻ എന്നൊരു ദുഷ്ടനായ മനുഷ്യൻ രാജ്യത്തിന്റെ അധികാരിയായി നിയമിക്കപ്പെട്ടു. അഹസ്വേരൂസ് രാജാവ് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ ചുമതല വഹിക്കുന്ന ചുമതലക്കാരനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. രാജ്യത്തെ 2ാമത്തെ പിതാവ് എന്ന സ്ഥാനം അദ്ദേഹത്തിന് നൽകപ്പെട്ടു. അങ്ങനെ അദ്ദേഹം രാജ്യത്ത് മുടിചൂടാ മന്നനായി വാഴുന്ന കാലം. അദ്ദേഹത്തിന് യഹൂദരോട് വലിയ സ്പർദ്ധയും ശത്രുതയും ഉണ്ടായി. യഹൂദ വംശത്തെ നിർമൂലനം ചെയ്യണമെന്നൊരു വാശി കൊണ്ട് അദ്ദേഹം നിറഞ്ഞു. ഒരു പൈശാചിക പീഡ പോലെ ഈ അധികാരിക്ക് യഹൂദ ഗോത്രത്തോടും യഹൂദ വംശത്തോടും വലിയൊരു സ്പർദ്ധയും ശത്രുതയും ഉണ്ടായി. അവരെ നിർമൂലനം ചെയ്യാതെ എനിക്ക് വിശ്രമമില്ല എന്ന വിധത്തിൽ അദ്ദേഹം പെരുമാറാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ചക്രവർത്തിയുടെ അടുത്ത്, രാജാവിന്റെ അടുത്ത് സ്വാധീനം ചെലുത്തി. അദ്ദേഹത്തിന്റെ ഭരണാധികാരത്തിന് കീഴിലുള്ള സമസ്ത പ്രവിശ്യകളിൽ നിന്നും മുഴുവൻ യഹൂദരെയും വധിച്ച് നാമാവശേഷമാക്കാനുള്ള കൽപ്പന നേടി. സകല യഹൂദന്മാരെയും ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം വാളുകൊണ്ട് വധിച്ച് ഒറ്റ ദിവസം കൊണ്ട് പാതാളത്തിൽ അയക്കണമെന്ന് ചക്രവർത്തിയിൽ നിന്ന് അദ്ദേഹം കൽപ്പന സമ്പാദിച്ചു.
അവരുടെ മുഴുവൻ വസ്തുക്കളും കൊള്ളയടിക്കാനും അവർ ചുട്ടുകരിക്കാനും ഒന്നും അവശേഷിപ്പിക്കാതിരിക്കാൻ തക്ക വിധമുള്ള കഠിനമായ ഒരു നിയമ നടപടിയാണ് അവർക്ക് വേണ്ടി ഹാമാൻ സമ്പാദിച്ചെടുത്തത്. ഇത് രാജ്യത്തെങ്ങും വിളംബരം ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ തലസ്ഥാനമായ സൂസ പട്ടണത്തിൽ ഈ വാർത്ത വിളംബരം ചെയ്തു. രാജ്യം മുഴുവൻ അസ്വസ്ഥമായി. യഹൂദന്മാർ മുഴുവൻ അസ്വസ്ഥത കൊണ്ട് നിറഞ്ഞു. അവർ പരവശരായി. അവർ മരണത്തെ മുന്നിൽ കാണുന്ന ദിനങ്ങൾ വന്നു. ഈ കാലഘട്ടത്തിലാണ് മർദക്കായി, എസ്തേർ തുടങ്ങിയവരുടെ കാലഘട്ടം. അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. മർദക്കായി എസ്തേർ രാജ്ഞിയോട് പറഞ്ഞു, ഈ ജനത്തിന്റെ കഷ്ടതകളിൽ ഈ ജനത്തിന് വേണ്ടി രാജസന്നിധിയിൽ ഇടപെടണം. എസ്തേർ രാജ്ഞി പറഞ്ഞു, ഞാൻ രാജസന്നിധിയിലേക്ക് പോയിട്ട് 30 ദിവസത്തോളമായി. രാജാവ് വിളിക്കാതെ ഒരുവനും രാജസന്നിധിയിലേക്ക് പോകാൻ നിവൃത്തിയില്ല. രാജാവിന്റെ നിർദ്ദേശമില്ലാതെ ആരെങ്കിലും രാജസന്നിധിയിലേക്ക് പ്രവേശിച്ചാൽ രാജാവ് സ്വർണ ചെങ്കോൽ നീട്ടി അദ്ദേഹത്തെ സ്വീകരിക്കാത്ത പക്ഷം ആണായാലും പെണ്ണായാലും ആ ക്ഷണം തന്നെ അദ്ദേഹത്തെ വധിച്ച് ദൂരെ എറിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എസ്തേർ രാജ്ഞി പറഞ്ഞു, എനിക്ക് പോകാൻ നിവൃത്തിയില്ല. മർദക്കായി വീണ്ടും ദൈവാത്മ പ്രേരണയാൽ എസ്തേർ രാജ്ഞി നിർബന്ധിച്ചു. അപ്പോൾ എസ്തേർ രാജ്ഞിക്ക് ഒരു ദൈവത്തിന്റെ ഇടപെടലുണ്ടായി. എസ്തേർ രാജ്ഞി പറഞ്ഞു, ഞാൻ പോകാം. എസ്തേർ രാജ്ഞി ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയാൽ മർദക്കായോട് ആവശ്യപ്പെട്ടത് എങ്ങനെയാണ്? നിങ്ങൾ ജനം മുഴുവനും 3 ദിനരാത്രങ്ങൾ എനിക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഞാനും എൻ്റെ തോഴിമാരും അങ്ങനെ തന്നെ ചെയ്യും. ഉപവസിക്കും, പ്രാർത്ഥിക്കും. അത്ഭുത ദൈവശക്തി വ്യാപരിക്കാൻ ഇത് കാരണമാകും. അങ്ങനെ എസ്തേർ രാജ്ഞിയും തോഴിമാരും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ 3 ദിനരാത്രങ്ങൾ ചെലവഴിച്ചു. യഹൂദജനം മുഴുവനും ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദിനരാത്രങ്ങൾ ചെലവഴിച്ചു. അതിന്റെ അത്ഭുത ശക്തി പ്രകടമായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മർദക്കായിയെ തൂക്കുവാൻ ഹാമാന്റെ ഭവനത്തിൽ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം നാമാൻ ഒരുക്കിയിരുന്നു. ആ കഴുമരത്തെ തന്നെ നാമാനെ തൂക്കിക്കൊല്ലാൻ ചക്രവർത്തി രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമാൻ തൂക്കിക്കൊല്ലപ്പെട്ടു. രാജ്യത്ത് യഹൂദന്മാർക്ക് വലിയ സ്വാതന്ത്ര്യം നൽകപ്പെട്ടു. മർദക്കായിക്ക് വലിയ ബഹുമാനം നൽകപ്പെട്ടു. എസ്തേർ രാജ്ഞിയോട് വലിയ പ്രീതി രാജാവിനുണ്ടായി. ആരെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചോ അവരോട് രാജാവിന് പ്രീതി ഉണ്ടായി, ബഹുമാനം ഉണ്ടായി. അവർ ബഹുമാനിതരായി, അവർ സ്വീകാര്യരായി. ആര് അവരെ നശിപ്പിക്കാൻ ആഗ്രഹിച്ചോ അവൻ നാമാവശേഷമായി. ഹാമാൻ മർദക്കായിക്ക് വേണ്ടി ഒരുക്കിയ അതേ കൊലമരത്തിൽ തന്നെ നാമാനെ തൂക്കാൻ തക്ക വിധം സാഹചര്യങ്ങൾ മാറി മറിഞ്ഞു വന്നു. ഇതാണ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ശക്തി. ഉപവാസത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് സാഹചര്യങ്ങളെ കീഴ്മേൽ മറിക്കാനുള്ള പവറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ മനഃപൂർവ്വം കുതന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ മനഃപൂർവ്വം ശത്രുതരെ പെരുമാറുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തി നിങ്ങൾക്കെതിരെ കെണികൾ ഒരുക്കുന്നതായി നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾ ഭയപ്പെടരുത്, നിരാശരാകരുത്. ദൈവ പൈതൽ ആത്മീയ ആയുധങ്ങളെ എടുത്ത് ഉപയോഗിക്കണം. ഒരു പ്രതികൂലം നമ്മുടെ മുമ്പിൽ വന്നാൽ, ഒരു പ്രശ്നം നമ്മുടെ മുമ്പിൽ വന്നാൽ, മാനുഷികമായ ബുദ്ധി കൊണ്ട് അത് എത്ര ശ്രമിച്ചാലും കീഴടക്കാൻ പറ്റാത്ത വിധം ഈ ഉന്നതമായ പ്രശ്നമായിക്കൊള്ളട്ടെ, ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അതിനെ നേരിട്ടാൽ, ഈ ഉപവാസം എന്ന ആയുധമെടുത്ത് ഉപയോഗിച്ചാൽ അതിന്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയും ആ പ്രതികൂലം തകർന്ന് തരിപ്പണമാവുകയും ദൈവ പൈതലിന് പാത തുറക്കപ്പെടുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലും അവിടുന്ന് ദൈവപുത്രനായിരുന്നിട്ടും ഉപവാസത്തിന് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 4-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യേശു ക്രിസ്തു ആത്മാവിനാൽ നിറഞ്ഞ് ജോർദാനിൽ നിന്നും മടങ്ങി. അവൻ 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ചെലവഴിച്ചു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചിരുന്നില്ല. 40 ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ചെലവഴിച്ച യേശു ക്രിസ്തുവിനെയാണ് ഈ നോമ്പുകാലത്ത് നാം ഓർക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യം. അവൻ ആത്മാവിന്റെ ശക്തിവിശേഷങ്ങളോടെ ഗലീലിലേക്ക് മടങ്ങി. 40 ദിവസം
ഒന്നും ഭക്ഷിക്കാതെ ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് യേശുക്രിസ്തു ഗലീലിയ നാട്ടിലേക്ക് മടങ്ങുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് വചനം പഠിപ്പിക്കുക ഇങ്ങനെയാണ്: അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലിലേക്ക് മടങ്ങി. ജീസസ് went to wilderness with full of Holy Spirit and returned with the power of Holy Spirit. ആത്മാവിൽ നിറഞ്ഞ് മരുഭൂമിയിലേക്ക് പോയി ഉപവാസത്തിന് വേണ്ടി. ഉപവാസത്തിന് ശേഷം ആത്മാവിന്റെ ശക്തിവിശേഷങ്ങളോടെ തിരിച്ചു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്? മർക്കോസിന്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 18 മുതൽ 20 വരെ വാക്യങ്ങൾ. യോഹന്നാന്റെ ശിഷ്യന്മാരും ഫരിസയർ ഉപവസിക്കുന്നുവെന്നും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നില്ലെന്നും യേശുക്രിസ്തുവിനോട് പരാതിപ്പെട്ടപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർ ഉപവസിക്കുന്ന എങ്ങനെ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിച്ചു കൊള്ളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉയർപ്പിനും ശേഷം യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് വരെ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ വ്യാപരിക്കുമെന്ന് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞത്. ആരാണ് ഈ മണവാളൻ? യേശുക്രിസ്തുവാണ് ഈ മണവാളൻ. ആരാണ് ഈ മണവറത്തോഴർ? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ തന്നെ. ഹല്ലേലൂയ. യേശുക്രിസ്തു പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കും. അവർ ആത്മാവിന്റെ ശക്തിവിശേഷങ്ങൾ നിറയും. യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവ് വരെ സഭയിൽ ഇത് തുടരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം വഞ്ചിതരാകരുത്. ഉപവാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയ്ക്കുള്ള വിലയും ശക്തിയും നാം മനസ്സിലാക്കണം. അതിനുള്ള നിയോഗം നാം മനസ്സിലാക്കണം. ഈ ആയുധത്തെ നാം എടുത്ത് ശക്തിയോടെ ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവിന്റെ അത്ഭുത ശക്തി ഈ നിമിഷങ്ങളിൽ നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിക്കാനുള്ള ആത്മാവിന്റെ അഭിഷേകം ഈ സമൂഹത്തിൽ ഈ നിമിഷങ്ങളിൽ ലഭിക്കട്ടെ. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓരോ വ്യക്തികളിലേക്കും ഇപ്പോൾ അത്യുന്നത ആത്മാവിനെ അവിടുന്ന് വർഷിക്കണമേ. ഞങ്ങളുടെ പൂർവികരെ ആത്മാവിനെ ഉണർത്തിയതുപോലെ ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് സാത്താന്യ കോട്ടകളെ തകർക്കാനുള്ള അത്ഭുത അഭിഷേകം ലഭിച്ചതുപോലെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് അത്ഭുത അഭിഷേകം ലഭിക്കട്ടെ. ഉപവാസത്തോടുകൂടെ പ്രാർത്ഥിച്ച് ഈ കാലഘട്ടത്തിൽ സാത്താന്യ ശക്തികളെ കെടുത്തിക്കളയാൻ തക്ക വിധം അത്ഭുതാഭിഷേകത്താൽ അനേകം കുടുംബങ്ങളും വ്യക്തികളും ഇപ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, രോഗികളുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ, ദുഃഖിതരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ, ആത്മീയമായി പിന്മാറ്റത്തിരിക്കുന്നവരുടെ മേൽ ശക്തി വ്യാപരിക്കട്ടെ, ഉപവാസത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ബോധ്യങ്ങളില്ലാത്തവരുടെ മേൽ ഇപ്പോൾ ദൈവശക്തി വ്യാപരിക്കട്ടെ, കുടുംബങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ, നാരകീയ ആക്രമണങ്ങളിലിരിക്കുന്ന ദൈവമക്കൾ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയമായ പൗരുഷം, ആത്മീയമായ ശക്തി, ആത്മീയമായ കരുത്ത് ഇപ്പോൾ ദൈവമക്കൾക്ക് ദാനമായി ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഫാസ്റ്റിംഗ് ബ്രിങ്സ് ഡെലിവറൻസ് and victory. Hallelujah. സൂര്യൻ പോലെ തിരുവോസ്തിയിൽ അൾത്താരയിൽ വരും ദിവ്യകാരുണ്യമേ, അനുദപിച്ചിടുവാൻ ആരാധിക്കാൻ ഞങ്ങൾ വന്നിടുന്നു, മുൻപിൽ നിന്നിടുന്നു. ഉദയസൂര്യൻ പോലെ തിരുവോസ്തിയിൽ അൾത്താരയിൽ വരും ദിവ്യകാരുണ്യമേ,
അനുദവിച്ചിടുവാൻ ആരാധിക്കാൻ ഞങ്ങൾ വന്നിടുന്നു, മുൻപിൽ നിന്നിടുന്നു. ഇന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തു മഹിമ പ്രതാപവനായി സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നവനായ യേശു ഇതാ ശക്തിയോടുകൂടെ നമ്മുടെ മധ്യത്തിൽ ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ നീട്ടി യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക, യേശുവിനെ വിളിക്കുക. എന്റെ അരികിൽ വരുന്നവനെ ഒരു നാളും ഞാൻ തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞവൻ ഈ നിമിഷങ്ങളിൽ തന്നെ വിളിച്ച് കരയുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക് നീതി നടപ്പാക്കി കൊടുക്കുക തന്നെ ചെയ്യും. കരങ്ങൾ ഉയർത്തി യേശുവിനെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇപ്പോൾ അങ്ങയുടെ നാമം വിളിച്ച് കരയുന്ന രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഇപ്പോൾ തളർന്നിരിക്കുന്ന ദുഃഖിതരുടെ മേൽ ദൈവശക്തി പ്രവഹിച്ച് ദുഃഖപീഠകൾ വിട്ടുമാറി പോകട്ടെ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ദൈവശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന മങ്ങിപ്പോയവർക്ക് പുതുശക്തി ലഭിക്കട്ടെ. കർത്താവെ, കുടുംബം വിട്ട് ഓടിപ്പോയിരിക്കുന്നവർ കുടുംബത്തിലേക്ക് മടങ്ങി വരാൻ തക്കവിധം ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി അങ്ങ് വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പിണങ്ങിയിരിക്കുന്നവർക്ക് ഐക്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ യോജിപ്പില്ലാതെയും തമ്മിൽ ഐക്യമില്ലാതെയും ശത്രുതയോടെ ഇരിക്കുന്നവരിലേക്ക് ഞങ്ങളുടെ കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രി കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്കുള്ള ദുർഘടകൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് തകർന്ന് മനം നൊന്തിരിക്കുന്നവരുടെ മേൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. തകർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ദൈവമക്കളെ ഉയർത്തുന്ന അങ്ങയുടെ അത്യുന്നത ശക്തി ദൈവമക്കൾക്ക് വേണ്ടി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. തിരുവോസ്തിയിൽ അൾത്താരയിൽ വരും ദിവ്യകാരുണ്യമേ, അനുദവിച്ചിടുവാൻ ആരാധിക്കാൻ ഞങ്ങൾ വന്നിടുന്നു, മുൻപിൽ നിന്നിടുന്നു. എൻ്റെ വീട് കണ്ടമംഗലാണ്. എൻ്റെ പേര് മേരി എന്നാണ്. ഞാൻ 5 വർഷമായിട്ട് കാലിൻ്റെ മുട്ടിന് വേദനയായിട്ട് മുട്ടുമ്മ നിൽക്കാറില്ലായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് ഒട്ടും മുട്ടുമ്മ നിൽക്കാറില്ല. ഈ ഞായറാഴ്ച ഞാൻ എൻ്റെ ഇടവകയിൽ പള്ളിയിൽ പോയിട്ട് ബെഞ്ചിമ്മയാണ് ഇരുന്നത്. ഇവിടെ വന്നിട്ട് എനിക്ക് ഇന്ന് വരെ മുട്ടുമ്മ നിൽക്കണേന് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. എത്ര നേരം സമയം എത്ര നേരമാണെങ്കിലും മുട്ട നിൽക്കാവോ? എത്ര നേരമായിരുന്നു ഇവിടെ ഞാൻ കാൽമുട്ട് പരിപൂർണമായി സുഖപ്പെടുത്തി. വയറിന്റെ ഉള്ളിലൊരു വേദന ഉണ്ടായിരുന്നു. പുളിഞ്ഞാക്കുരു പോലെ കുരുകുരുവേന വയറമ്മ തൊടുമ്പോ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, മരുന്ന് കഴിച്ച് ഞാൻ 5 വർഷമായിട്ട് മരുന്ന് കഴിച്ചും കൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ കുറച്ചു നാളായിട്ട് വയറിന്റെ വേദനയ്ക്ക് മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഇന്നലെ തൊട്ടിട്ട് എനിക്ക് ആ കുരു എന്നുള്ള ഇത് പോയി, ഇരിക്കുമ്പോഴുള്ള വിഷമങ്ങൾ പോയി. ഈ സഹോദരി പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ച, വയറിൽ തൊട്ട് നോക്കിയാൽ പുളിങ്ങാക്കുരു കിടക്കണ പോലെ ഇതിലെങ്ങനെ തൊടുമ്പോ കുരുകുരേനെ പുളിഞ്ഞാക്കുരു കിടക്കും പോലെ ഇങ്ങനെ പുളിങ്ങാക്കുരു കിടക്കണ പോലെ വേദന ഉണ്ടായിരുന്നു, തടിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഇന്നലെ തൊട്ട് ആ തടിപ്പ് കാണാനില്ല. ഇല്ല, ഇരിക്കുമ്പോ കുത്തി ഒരു വേദന ഉണ്ടായിരുന്നു, അതും പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ, ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തെ കൈത്താണിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തെ കൈത്താണിട്ടില്ല ലോകത്തിൽ, ഈ കാലത്തിൽ. ഞങ്ങളുടെ അഡ്രസ്: ഡയറക്ടർ, സെഹിയോൻ ധ്യാന കേന്ദ്രം, താവളം PO, അട്ടപ്പാടി, പാലക്കാട് ജില്ല, കേരള. പിൻ 678589. ഫോൺ 04924253333 and 253647. ഞങ്ങളുടെ ഇമെയിൽ ID sehion@gmail.com. വെബ്സൈറ്റ് www.sehion.org.